ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1TV വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. CPMന്റെ പ്രാഥമിക അംഗത്വം പുതുക്കാതെ നിലമ്പൂർ മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. നഗരസഭാ ഭരണത്തിനെതിരെയുണ്ടായ ജനവികാരത്തെ തുടർന്ന് നേതൃത്വവുമായി മാട്ടുമ്മൽ സലീം അകന്നിരുന്നു. അംഗത്വം പുതുക്കാത്തത് ഇപ്പോൾ നിലമ്പൂരിൽ സജീവ രാഷ്ട്രീയ ചർച്ച. നാടുകാണി ചുരത്തിലെ ഓവുപാലത്തിനടിയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. തകരപ്പാടിക്ക് സമീപമാണ് ഓവുപാലത്തിനടിയിൽ 2 ദിവസം പഴക്കമുള്ള ജഡം കണ്ടെത്തിയത്. കടുവയുടെ വേട്ടയാടലിനെ തുടർന്നുണ്ടായ അപകടമെന്ന് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പുന്നപ്പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്ന 8 വയസ്സുകാരന്റെ ജീവൻ കോരിയെടുത്ത 11കാരൻ. വഴിക്കടവിലാണ് കളിക്കൂട്ടുകാരന്റെ ജീവൻ രക്ഷിച്ച് 11കാരൻ ധീരപ്രവൃത്തി നടത്തിയത്. നിലമ്പൂർ നഗരസഭയുടെ മുൻ ചെയർമാനും CPMന്റെ നിലമ്പൂരിലെ മുതിർന്ന നേതാവുമായ മാട്ടുമ്മൽ സലീം പാർട്ടിയുമായി അകലുന്നതായി സൂചനകൾ. സജീവമായ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും ഇദ്ദേഹം പിന്മാറുന്നതായാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. പ്രാഥമിക അംഗത്വം പുതുക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ അംഗത്വം പുതുക്കുവാൻ ഇതുവരെ മാട്ടുമ്മൽ സലീം തയ്യാറായിട്ടില്ല. ഇനിയുള്ള സമയങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുവാൻ തനിക്ക് തിരക്കുകൾ കാരണം സാധിക്കില്ലെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് നീങ്ങുന്നതെന്നുമാണ് മാട്ടുമ്മൽ സലീം പരോക്ഷമായി പറയുന്നത്. തൻ്റെ വ്യവസായപരമായ തിരക്കുകളുണ്ട്. ഇത് കാരണം സജീവമായി ഒരു അംഗത്വത്തിൽ നിന്നു കഴിഞ്ഞാൽ തനിക്ക് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സാധിക്കില്ല എന്നാണ് മാട്ടുമ്മൽ സലീം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും പാർട്ടി അംഗത്വം, പ്രാഥമിക അംഗത്വം പുതുക്കേണ്ട സമയം പൂർത്തിയാകുമ്പോൾ പോലും നിലമ്പൂർ നഗരസഭയെ കഴിഞ്ഞ 5 വർഷക്കാലം നയിച്ച ചെയർമാനായിരുന്ന CPMന്റെ നേതാവ് കൂടിയായ മാട്ടുമ്മൽ സലീം CPMന്റെ പ്രാഥമിക അംഗത്വം പോലും പുതുക്കാതിരിക്കുന്നത് ഇപ്പോൾ വലിയ ചർച്ചയായി നിലമ്പൂരിൽ മാറുകയാണ്. ഇതോടുകൂടി പാർട്ടി അംഗത്വം പുതുക്കാതിരിക്കുന്നതോടുകൂടി മാട്ടുമ്മൽ സലീമിന് CPMന്റെ യാതൊരുവിധ ഔദ്യോഗിക കമ്മിറ്റികളിലും ഇനി പങ്കെടുക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി നിലവിൽ വരികയാണ്. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരിക്കെയാണ് 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിലെ ഈയമ്മട ഡിവിഷനിൽ നിന്നും മാട്ടുമ്മൽ സലീം വലിയ വിജയം നേടിയത്.
അതോടുകൂടി അദ്ദേഹം നിലമ്പൂർ നഗരസഭയുടെ ഇടതുപക്ഷത്തിൻ്റെ ചെയർമാനായി നിയമിതനാകുകയും ചെയ്തു. നീണ്ട 20 വർഷക്കാലത്തെ UDF ഭരണത്തിന് ശേഷമാണ് 2020 LDF നിലമ്പൂർ നഗരസഭയുടെ ഭരണം തിരിച്ചു പിടിക്കുന്നത്. അന്ന് PV അൻവർ കൂടി ഇടത് ക്യാമ്പിലായിരുന്നു. PV അൻവർ MLA കൂടിയായിരുന്ന സാഹചര്യത്തിലാണ് വലിയ ഒരു നേട്ടം 2020 ഇടതുപക്ഷം നിലമ്പൂർ നഗരസഭയിൽ നേടുന്നത്. UDFന്റെ നീണ്ട 20 വർഷക്കാലത്തെ ഭരണം അട്ടിമറിച്ചുകൊണ്ടാണ് അന്ന് LDF വലിയ വിജയം നേടുന്നത്. അന്ന് CPM ചെയർമാനായി അന്ന് CPM മാട്ടുമ്മൽ സലീമിനെ, അന്നത്തെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ മാട്ടുമ്മൽ സലീമിനെയാണ് അന്ന് ചെയർമാനായി CPM തെരഞ്ഞെടുത്തത്. വലിയ സീനിയോറിറ്റി ഒക്കെ മറികടന്നുകൊണ്ടാണ് അന്ന് മാട്ടുമ്മൽ സലീമിന് ചെയർമാൻ പദവി ലഭിക്കുന്നതും. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം, അതായത് 2020 മുതൽ 25 വരെ കാലയളവിൽ മാട്ടുമ്മൽ സലീം നിലമ്പൂർ നഗരസഭയുടെ ഭരണം നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ ഈ നീണ്ട 5 വർഷക്കാലത്തെ ഈ ഒരു ഭരണത്തിൽ ജനവികാരം വലിയ തോതിൽ എതിരാവുകയും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇടത് ക്യാമ്പിന് നിലമ്പൂരിൽ വലിയ തോതിലുള്ള ഒരു വോട്ട് ചോർച്ചയുണ്ടായി. അവർക്ക് അധികാര പദവികൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അന്ന് LDF ഭരിക്കുന്ന സമയത്ത് തന്നെ വലിയ ഭൂരിപക്ഷം ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ UDFന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റം നിലമ്പൂരിൽ നടത്തി ഭരണം തിരിച്ചു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. LDF വലിയ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തോതിൽ അടിപതറേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഭരണ വിരുദ്ധ വികാരമാണ് ഇതിന് വഴിവെച്ചത് എന്ന ഒരു ചർച്ച വ്യാപകമായിട്ട് CPMനുള്ളിൽ തന്നെ നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നേതാക്കളും മാട്ടുമ്മൽ സലീമും തമ്മിൽ ഒരു മാനസികമായ അകൽച്ച ഈ ഒരു കാലയളവിന് ശേഷം ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പരിപാടികളിലൊക്കെ മാട്ടുമ്മൽ സലീം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ നേതാക്കളും മാട്ടുമ്മൽ സലീമും തമ്മിൽ ഒരു അകൽച്ച, മാനസികമായി ഒരു അകൽച്ച ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പാർട്ടി അംഗത്വം കൂടി പുതുക്കാത്തത് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. എന്നാലും മാട്ടുമ്മൽ സലീം ഇത് സംബന്ധിച്ച് പറയുന്നത് തനിക്ക് തൻ്റെ വ്യവസായപരമായ തിരക്കുകളുണ്ട്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭാരവാഹിത്വത്തിൽ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കൂടുതൽ സമയം അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ഇപ്പോൾ അതിന് അനുയോജ്യമായ ഒരു സാഹചര്യമല്ല. തൻ്റെ വ്യക്തിപരമായ കുറച്ച് തിരക്കുകളുണ്ട്. അത് കാരണമാണ് ഈ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ CPMന്റെ മുൻ നഗരസഭാ ചെയർമാൻ, ഏരിയ കമ്മിറ്റി അംഗം, അങ്ങനെയൊക്കെ സജീവമായി നിലനിന്നിരുന്ന നിലമ്പൂരിലെ ഒരു പ്രമുഖ നേതാവ് പാർട്ടി അംഗത്വം കൂടി പുതുക്കാതിരിക്കുന്നത്, അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഇനി രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും നിലമ്പൂരിലെ CPMനെ സംബന്ധിച്ചും രാഷ്ട്രീയ കേന്ദ്രത്തെ സംബന്ധിച്ചും മാട്ടുമ്മൽ സലീം തൻ്റെ പ്രാഥമിക അംഗത്വം പുതുക്കാത്തത് തുടർ ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന കാര്യം തീർച്ചയാണ്. നാടുകാണി ചുരത്തിലെ ഓവു പാലത്തിനടിയിൽ 2 ദിവസം പഴക്കമുള്ള കാട്ടാനയുടെ ജഡം കണ്ടെത്തി. ബീറ്റ് പരിശോധനയ്ക്കിടെ വനപാലകരാണ് ജഡം കണ്ടെത്തിയത്. ജാറത്തിന് മുകളിലായി തകരപ്പാടിയിൽ കാട് മൂടി കിടന്നിരുന്ന ഓവു പാലത്തിൽ തലകീഴായാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. വഴിക്കടവ് റേഞ്ച് ഫോറസ്റ്റർ P. വിമലിന്റെ സാന്നിധ്യത്തിൽ JCBയുടെ സഹായത്തോടുകൂടി ജഡം പുറത്തെടുത്തു. പെണ്ണാനയുടെ ജഡമാണിത്. വെറ്റിനറി ഡോക്ടർമാരായ നൌഷാദ് അലി, ശ്യാം, അനൂപ് ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. ജഡത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ജഡത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. കടുവകൾ വേട്ടയാടുന്നതിനിടെ കുത്തനെയുള്ള ചെരുവിൽ നിന്നും താഴെ ഓവുചാലിലേക്ക് വീണതാണെന്നാണ് കരുതുന്നത്. വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്ക് പറ്റിയ മാരകമായ ചതവും മുറിവുമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജഡം കിടന്നിരുന്ന ഭാഗത്ത് 1-ലധികം കടുവകളുടെ കാൽപ്പാടുകളും പെരുമാറ്റവും കണ്ടെത്തിയിട്ടുണ്ട്. ആനയുടെ തുമ്പിക്കൈയുടെ ഭാഗം കടുവകൾ ഭക്ഷിച്ച നിലയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫോറസ്റ്റ് ഓഫീസർമാരായ KR രാജേഷ്, മുഹമ്മദ് ഷെരീഫ്, NM അയൂബ് എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകരും വാച്ചർമാരും ചേർന്ന് തകരപ്പാടിയിൽ വൈകുന്നേരത്തോടുകൂടി ജഡം സംസ്കരിച്ചു. പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കവേ ആഴക്കയത്തിലേക്ക് മുങ്ങിത്താഴുന്ന 8 വയസ്സുകാരനെ തൻ്റെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് മറ്റൊരു 11 വയസ്സുകാരൻ. വഴിക്കടവിലാണ് ഈ ഒരു സംഭവം. വഴിക്കടവ് പുന്നപ്പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 8 വയസ്സുകാരനാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന കളിക്കൂട്ടുകാരൻ കൂടിയായ 11 വയസ്സുകാരനാണ് ഈ മുങ്ങിത്താഴുന്ന 8 വയസ്സുകാരനെ കയത്തിൽ നിന്നും കരയിലേക്ക് എത്തിച്ചത്. വലിയ ഒരു ധീര പ്രവൃത്തിയാണ് 11 വയസ്സുകാരനായ മുണ്ട ഗ്രീൻലാൻഡ് പുല്ലിങ്ങൽ ഷംസുദ്ദീൻ്റെ മകൻ അമൽ ഷാൻ നടത്തിയത്. തൻ്റെ കളിക്കൂട്ടുകാരനായ ഷെബിൻ ഷാനെയാണ് പുഴയുടെ ആഴങ്ങളിൽ നിന്ന്
കോരിയെടുത്തത്. വലിയ 2 പമ്പ് അവിടെ എത്തി. പിന്നെ അവിടുന്ന് ചുയിലടിച്ചപ്പോ ഓൻ ഇങ്ങനെ കറങ്ങി. അപ്പൊ ഞാൻ അവിടേക്ക് ഇറങ്ങി. ഓനെ ഇവിടുന്ന് ഈ പമ്പിന്റെ ഇവിടുന്ന് എടുത്തിട്ട് അത് അവിടെ കണ്ടൊരു കര, ആ കരയൊക്കെ എത്തിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. കാറ്റും മഴയും കാരണം പ്രദേശത്ത് 2 ദിവസമായി കറണ്ടില്ലായിരുന്നു. പൈപ്പിൽ വെള്ളമില്ലാത്തതിനാൽ വെല്ലുപ്പിയുടെയും വെല്ലുമ്മയുടെയും മറ്റു ബന്ധുക്കളോടൊപ്പമാണ് ഇരുവരും മറ്റു കൂട്ടുകാരെയും കൂട്ടി കുളിക്കുവാനും തുണികൾ കഴുകുവാനുമായി പുന്നപ്പുഴയിലെ അത്തിക്കുണ്ട് കടവിലെത്തിയത്. പുഴയിൽ നീന്തി കുളിക്കുന്നതിനിടെ ഒഴുക്കിലൂടെ ഷെബിൻ ഷാൻ കയത്തിൽ അകപ്പെട്ടു. ജലസേചനത്തിനായുള്ള പമ്പ് ഹൗസ് സ്ഥാപിച്ച ഇവിടെ 2 ആൾക്ക് താഴ്ചയിൽ വെള്ളമുണ്ട്. ഈ സമയം പമ്പ് ഹൗസിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന സമയമായതിനാൽ വലിയ ചുഴി കയത്തിലുണ്ടായിരുന്നു. ഷെബിൻ ഷാൻ മുങ്ങിത്താഴുന്നത് കണ്ട് അമൽ ഷാന്റെ വെല്ലുപ്പ അബൂബക്കർ പുഴയിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തി. എന്നാൽ അബൂബക്കർ ചുഴിയിൽ അകപ്പെട്ട് കുഴയുന്നത് കണ്ടതോടെ അമൽ ഷാൻ പുഴയുടെ ഓരത്തിലൂടെ മുളങ്കാട്ടുകൾക്കിടയിലൂടെ താഴേക്ക് ഓടി പുഴയിലേക്ക് എടുത്തു ചാടി. കണ്ടൊക്കെ ഞാൻ കൂടെ ചാടി. പിന്നെ ഞാൻ നോക്കി കൊടുത്തല്ല കുട്ടി. ഞാൻ ഉടുത്ത മുണ്ട് എറിഞ്ഞു കൊടുത്തു. അവിടെയും കുട്ടിയില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ചെന്നപ്പോൾ ഞാൻ തന്നെ വെള്ളം കുടിച്ച് മുങ്ങിപ്പോയി. പിന്നെ കുട്ടി ഇടക്കിടക്ക് നോക്കുമ്പോൾ ഇപ്പം താഴും പൊതും കണ്ടപ്പോൾ വളരെ രക്ഷിതാവ് എന്നുള്ള ആൾക്ക് പിന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവര് പോയി രക്ഷപ്പെടുത്തണമെന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് കാണാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ അവസാനമായി. പിന്നെ എന്നെ 2 സാള് കെട്ടിങ്ങാണ്ട് കരക്കൊക്കെ എത്തിച്ചിക്കുക. പുറത്തുള്ള പുറത്തുള്ളതല്ല, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, മരുമകളും ഉണ്ടായിരുന്നു. ഒരു പാറ ഇങ്ങനെ വിലങ്ങനെ കിടക്കല്ലേ. അപ്പൊ ആ പാറിന്റെ അടിയിൽ കൂടി ലേസം വെള്ളം വരുന്നിടത്ത് കുറച്ച് മണൽ കൂടി കിടക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികളും കൂടി ആ മണൽ കാണാൻ ഇറങ്ങിക്കുകയാണെങ്കിൽ ഒരു കൂട്ടം മരണം തന്നെ സംഭവിക്കും. ചുഴിയുടെ കാണാക്കയങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന കൂട്ടുകാരനെ കൈവിടുവാൻ അമൽ ഷാൻ തയ്യാറായിരുന്നില്ല. ധീരത കൈവിടാതെ കുഞ്ഞു കൂട്ടുകാരനെ വാരിയെടുത്ത് ഊളിയിട്ട് അതിസാഹസികമായി കരയിലെത്തിച്ചു. അപ്പോഴേക്കും ഷെബിൻ ഷാന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. സമയം ഒട്ടും കളയാതെ കൂട്ടുകാരന് CPR കൊടുത്ത് ബോധം വീണ്ടെടുത്തു. ആ ഒയ്ക്കല് കൂടെ വരാതിട്ട് ഓൻ അവിടുന്ന് നീന്തിയതാണ്. ആർക്കും മേലക്ക് നീന്താൻ വെക്കൂല. അപ്പം ഓനക്ക് 9 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പം ഓന് അടിയിക്കണം പോന്നു. അതിന് ഇവന് ഇപ്പനെ വിളിച്ചു. എന്താ ഞാൻ കൊണ്ടുപെട്ടുകയാണ് അറിയണ്ട്. ഇപ്പന് മുങ്ങണ കണ്ടിട്ട് ഇപ്പാക്കും നീന്താൻ വെക്കണമെന്നില്ല. അതിലെന്ത് ചെയ്തു, ഞാൻ എന്താ അതില് ആ പാറം കൂടെ വലിഞ്ഞ് കയറിയാണ്ട് അപ്പുറത്തേക്ക് എത്തി. അതിൽ ഈ കാടിൻ്റെ ഇവിടെ മുള്ള്. അതിൽ ഞാൻ ഒരു വള്ളി ഉണ്ടായിരുന്നു, അതിമ പിടിച്ച് തൂങ്ങിയാണ്ട് ആ കാടിൻ്റെ സെൻറ്റർക്ക് എത്തി. അതിൽ ഇവിടെ നിറച്ച് മുളകളും കാര്യങ്ങളും ഓൻ മുങ്ങിത്തവണ കണ്ടാണ്ട് ഞാൻ ഇച്ച് പേടിയായി. ഞാൻ വേഗം മണ്ടി. അതിലോൻ കുറച്ച് എൻ്റെ അടുത്തേക്ക് എത്തി. അതിൽ ഞാൻ പോയേക്ക് എന്താ ഇറങ്ങി, വള്ളിമ തൂങ്ങിയാണ്ട് ഇറങ്ങി. അതിൽ ഇപ്പം എൻ്റെ കുറച്ച് ഇതിൽ അങ്ങോട്ട് ഓൻ്റെ അടുത്തേക്ക് പോയപ്പോൾ എൻ്റെ ബാക്കിൽ പോയപ്പം ഓനിങ്ങനെ താന്നിങ്ങനെ പോയിരുന്നു. അതിലോൻ്റെ മുടിയമ്മ പിടിച്ചാണ്ട് ഞാൻ കരക്കൊക്കെ കയറ്റി. അതിൽ ഇവനക്ക് ശ്വാസമൊന്നും കിട്ടണില്ലേന്. അതിൽ ഞാൻ അവൻ്റെ വായിലൂടെ ഒന്ന് ഊതി. അതിലപ്പോൾ എനിക്കൊരു സൗണ്ട് വന്നു. അപ്പം എന്താ ഇവനെ ഞാൻ പള്ളൊന്ന് പ്രസ് ചെയ്തു. അതിൽ ഇവന് നല്ലോണം ഛർദ്ദിച്ചിരുന്നു. അതിൽ പള്ളയിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതിൽ ആൻറ്റി വന്നാണ്ട് വായക്ക് എന്താ കൈയിട്ടാണ്ട് ഒന്നുകൂടി ഛർദ്ദിപ്പിച്ചാണ്ട് ശരിയാക്കി. അപകട സമയത്ത് CPR എങ്ങനെ കൊടുക്കാമെന്ന് 5ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് തുണയായതെന്ന് അമൽ ഷാൻ പറയുന്നു. വഴിക്കടവ് മുണ്ട MOUP സ്കൂളിലെ 6ാം ക്ലാസ്സിൽ നിന്ന് ഇത്തവണ 7ലേക്ക് ജയിച്ച വിദ്യാർത്ഥിയാണ് ധീരതയുടെ പര്യായമായ അമൽ ഷാൻ. അരിമ്പ്രത്തൊടി സുനീർ ബാബുവിന്റെ മകനാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷെബിൻ ഷാൻ. മുണ്ട ഗൈഡൻസ് സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷെബിൻ ഷാൻ. പുന്നപ്പുഴയിലെ അത്തിക്കുണ്ട് കടവിൽ കയത്തിൽ ഇതിനകം 6 പേർ മുങ്ങി മരിച്ചതായി നാട്ടുകാർ പറയുന്നു. കാണാക്കയങ്ങളുള്ള ഈ കടവിൽ നിന്നാണ് മരണത്തിന്റെ കരങ്ങളിൽ നിന്നും കുഞ്ഞു കൂട്ടുകാരന് അമൽ ഷാൻ ജീവിതം തിരിച്ചു നൽകിയത്. അമൽ ഷാന്റെ ധീരത നാടാകെ വാഴ്ത്തുപാട്ടായിരിക്കുകയാണ്. അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ ഈ കൊച്ചുമിടുക്കനെ അനുമോദിക്കുവാനുള്ള ഒരുക്കത്തിലാണ് സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അംഗൻവാടികളിൽ നിന്നും വിരമിച്ചവർക്കുള്ള യാത്രയയപ്പും അംഗൻവാടികളിലേക്കുള്ള വെയിങ് സ്കെയിൽ വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെ
അമ്മമാരെ പോലെ നിങ്ങൾ കാലോട്ടി 35-40 വർഷം ഒരുമിച്ച് പോറ്റി വളർത്തുന്നത് ഏറ്റവും നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ അവസരത്തിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നറിയാം. എങ്കിലും നമ്മളെ കൂട്ടത്തിൽ നിന്ന് 7 പേര് പോവുകയാണ്. എന്താണെങ്കിലും നമുക്കെല്ലാവർക്കും അതിൻ്റെ ഒരു സമയമാകുമ്പോൾ പോകേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഒരു 3-4 അംഗനവാടിയിൽ ഇപ്പോൾ ഈ ഇതിൻ്റെ സംബന്ധമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അവരെല്ലാവരും ദുഃഖത്തോടു കൂടി, ആ പഠിപ്പിച്ച കുട്ടികളും ദുഃഖത്തോടു കൂടി ഓരോരോ അംഗനവാടിയിൽ 30-40 വർഷം ജോലി ചെയ്യുമ്പോൾ അവരെ കുഞ്ഞുങ്ങളെ കൂടി അവരിൽ നിന്ന് പഠിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളെല്ലാവരും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിരമിച്ച ജീവനക്കാരെ ആദരിച്ചു. പഞ്ചായത്തിലെ 50 അംഗൻവാടികളിലേക്കുള്ള വെയിങ് സ്കെയിലുകളുടെ വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നിഷ കെ മാധവൻ, ഷാഹുൽ ഹമീദ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരീഷ്, ICDS സൂപ്പർവൈസർമാരായ M അഭിനീത, KT ഹസ്ന തുടങ്ങിയവർ സംസാരിച്ചു. മമ്പാട് ഓടായിക്കലിൽ ആക്രിക്കടയിൽ പെരുമ്പാമ്പിനെ ഭക്ഷിച്ച് രാജവെമ്പാല. 2 പെരുമ്പാമ്പുകളെയാണ് രാജവെമ്പാല ഭക്ഷിച്ചതായി കണ്ടത്. ജീവനക്കാരാണ് രാജവെമ്പാല പെരുമ്പാമ്പിനെ ഭക്ഷിക്കുന്നത് കണ്ടത്. ഇവർ ഈ ദൃശ്യങ്ങൾ പകർത്തി തുടർന്ന് റെസ്ക്യൂ ടീമിന് വിവരമറിയിച്ചു. റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും രാജവെമ്പാലയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഭക്ഷിച്ച പെരുമ്പാമ്പിനെ അവിടെ തന്നെ ഉപേക്ഷിച്ച് രാജവെമ്പാല ആക്രികൾക്കിടയിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ ആക്രികൾ കുന്നുകൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈകി തിരച്ചിൽ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ തിരച്ചിൽ നിർത്തിയിരിക്കുകയാണ്. നാളെ വീണ്ടും ഇവിടെ വിശദമായ തിരച്ചിലുകൾ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും രാജവെമ്പാല ഈ ആക്രിക്കടയിലേക്ക് എങ്ങനെ എത്തി, പെരുമ്പാമ്പുകൾ എങ്ങനെ ഇവിടെ വന്നു എന്നതൊക്കെ നോക്കുകയാണ്. എന്തായാലും വലിയ ഒരു സംഭവമാണ്. 2 പെരുമ്പാമ്പുകളെയാണ് രാജവെമ്പാല ഭക്ഷിച്ചത്. എന്തായാലും നാളെ വീണ്ടും തിരച്ചിൽ നടത്തുമെന്നാണ് അറിയുന്നത്. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPMന്റെ പ്രാഥമിക അംഗത്വം പുതുക്കാതെ നിലമ്പൂർ മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. നഗരസഭാ ഭരണത്തിനെതിരെയുണ്ടായ ജനവികാരത്തെ തുടർന്ന് നേതൃത്വവുമായി മാട്ടുമ്മൽ സലീം അകന്നിരുന്നു. അംഗത്വം പുതുക്കാത്തത് ഇപ്പോൾ നിലമ്പൂരിൽ സജീവ രാഷ്ട്രീയ ചർച്ച. നാടുകാണി ചുരത്തിലെ ഓവുപാലത്തിനടിയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. തകരപ്പാടിക്ക് സമീപമാണ് ഓവുപാലത്തിനടിയിൽ 2 ദിവസം പഴക്കമുള്ള ജഡം കണ്ടെത്തിയത്. കടുവയുടെ വേട്ടയാടലിനെ തുടർന്നുണ്ടായ അപകടമെന്ന് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പുന്നപ്പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്ന 8 വയസ്സുകാരന്റെ ജീവൻ കോരിയെടുത്ത 11-കാരൻ. വഴിക്കടവിലാണ് കളിക്കൂട്ടുകാരന്റെ ജീവൻ രക്ഷിച്ച് 11-കാരൻ ധീരപ്രവൃത്തി നടത്തിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം.
സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപോയിൽ മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.